നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറും. ഒരു പിടിയിലാണ്ട് അന്തം വിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥകളൊക്കെ ഇല്ലേ, അത് ഏതൊരു മനുഷ്യന്റെ മുമ്പിലുണ്ട്. പക്ഷെ ഒരാളെ കല്ലെടുത്തെറിയുമ്പോൾ ആ ആള് വീണാൽ അതുകൊണ്ട് എത്ര പേര് വേറെ വീഴുന്നു എന്ന് പറയുന്ന വലിയൊരു വിഷയമുണ്ട്. രാമലീലയുടെ സമയത്ത് കുറേ ആളുകൾ നമ്മളെ കൊലവിളിച്ചിട്ടേക്കാണ്. ആ സിനിമയ്ക്ക് അന്ന് ആരും വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് പോലെ ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മായാമോഹിനി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇട്ടിട്ട് പോയാലും തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ചെയ്ത ചാന്തുപൊട്ടും മറ്റും മറിച്ചൊക്കെ എൻ്റെ കയ്യിൽ വരണേ. ടെക്നിക്കൽ സാധനങ്ങളെല്ലാം വന്ന് നിൽക്കുമ്പോൾ എല്ലാത്തിനും മുമ്പ് ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊരു പോക്കാണ്. സല്ലാപത്തിൽ ഈ പുഴയും കടന്നില്ലേ ജോൺസൺ മാഷിനെ കിട്ടി, സൂത്രധാരനിൽ രവീന്ദ്രൻ മാഷിനെ കിട്ടുന്നു. പിന്നെ ഒരു വിദ്യാസാഗർ ഇറയുണ്ട്, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കില് മീശ മാധവൻ, CAD മൂസയിലെ കോമിക് ആയിട്ടുള്ള പാട്ടുകൾ. എനിക്ക് ഈ സിനിമയിൽ ശമ്പളമൊന്നും വേണ്ട, ആ ഓഡിയോ അവകാശം മാത്രം മതി. ഞാൻ പാടിയിട്ടുള്ള സിനിമകളിൽ എൻ്റെ തോന്നിവാസത്തിന് പാടുക എന്ന് പറയുന്ന പോലത്തെ പാട്ടുകൾ വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ടുകാരോട് ഭയങ്കര അസൂയുള്ള ഒരാളാണ്. അസൂയ എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹവും ബഹുമാനവും കൂടുമ്പോഴുള്ളൊരു അസൂയില്ല. ഇന്ന് സുരേഷ് ഏട്ടൻ ഗാനമേള പിടിച്ച് അത് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഗാനമേള ചെയ്തിട്ടൊന്ന് സംശയമുണ്ടിരിക്കും. അല്ല തമാശയൊന്നുമല്ല, അത്ര ഗംഭീരമായിട്ടാണ് സുരേഷ് ഏട്ടൻ പാടുന്നത്. എടാ ഞാൻ ഒറ്റയ്ക്ക് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ദാസേട്ടനെ കേട്ട് ഞാൻ പാടി മത്സരിക്കും. കാരണം പാട്ടിട്ടിട്ട് അതിനൊത്ത് പാടും. ഇപ്പൊ വന്ന ജനറേഷൻ ആൾക്കാർക്ക് ഈസിയാണ്, അവർക്ക് കൊച്ചു തമാശ പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ വന്ന സിനിമകളിലെ തമാശ നമ്മൾ പറഞ്ഞ ഓ ചിരിപ്പിക്കണപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിലാണ്. അപ്പം നമ്മൾ പോയിട്ട് വീണ്ടും പഴയ സാധനങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് അതിനുള്ള സാധനങ്ങൾ വരണം എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച്. നീങ്ക യാരടാന്ന് ചോദിക്കുമ്പോൾ ഉന്നോട് അപ്പ നീങ്ക ഇത്ര എങ്ക പോയിരുന്നപ്പാ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ അമ്മയോടൊപ്പം വിളയാടിരിക്കും, നന്നായി വിളയാടിയച്ചാ എന്ന് ചോദിക്കുന്നൊരു സാധനമുണ്ട്. കൗണ്ടർ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. ജഗതി ചേട്ടനെ ഓർക്കുമ്പോൾ ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര കർക്കശമാണ്. അത് നമുക്ക് എല്ലാ ടെൻഷൻ. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ദൈവമേ ഒന്നും തെറ്റല്ലേ എന്നുള്ളൊരു ഭയങ്കര ഒരു പേടിയിലാണ് നമ്മളിങ്ങനെ നിൽക്കണം. ജനപ്രിയ നായകൻ ദിലീപേട്ടനാണോ ഒപ്പം ഉള്ളത്? നമസ്കാരം ദിലീപേട്ട. നമസ്കാരം. തങ്കമണി സംഭവത്തെക്കുറിച്ച് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സിനിമയാണെന്നാണ് ആൾക്കാർ ധരിക്കുന്നത്. ചരിത്രത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും പക്ഷേ യൂട്യൂബ് വീഡിയോസ് എല്ലാം കൂടെ വന്നിട്ട് ഇത് നിറഞ്ഞിട്ട് 100 കണക്കിന് വീഡിയോസാണ് വരുന്നത്. ചിത്രം പുറത്തു വരുമ്പോഴത്തേക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ അവർക്കുണ്ടാവും. ഇത് മറികടക്കേണ്ടതുണ്ട്. ഇതൊരു ഫിക്ഷണൽ പാർട്ട് എത്രത്തോളം ഉണ്ട് അതൊന്ന് പറയാമോ? 1986 ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് തങ്കമണി സംഭവം. ഞാൻ അന്ന് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണ് ശരിക്കും. ആ സമയത്ത് നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. വാർത്താമാധ്യമങ്ങളിലൂടെ അറിയാം, പത്രത്തിലൊക്കെ കണ്ട കാര്യങ്ങളെ നമുക്കറിയുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് അതങ്ങനെ കേട്ടു കണ്ടു. കാരണം അന്ന് കട്ടപ്പന എന്നൊക്കെ പറയുന്നത് വളരെ ദൂരമുള്ളൊരു സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ച് ആലുവയുടെ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങുക, വൈപ്പിൻ പരിസരം, ആലുവ കൂടി ഒന്നൊരു എറണാകുളം, അതിനപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടൊന്നും എനിക്ക് ഫോട്ടോ കണ്ടും ഇതൊക്കെ അറിയുള്ളൂ. അല്ലാണ്ട് ഈ ട്രാവൽ ചെയ്ത് ഉള്ള കാര്യങ്ങളുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ നാട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ മിമിക്രിയിൽ വന്നതിന് ശേഷം. പിന്നെ ഓൾ ഇന്ത്യ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്ന് കേട്ടതിനേക്കാൾ കൂടുതൽ ഈ സിനിമയിലേക്ക് വന്നപ്പോഴാണ് ആ നാടിനെക്കുറിച്ചും അന്നത്തെ നാട്ടുകാർ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ രതീഷ് അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും അന്ന് ഈ വിഷയങ്ങൾ അനുഭവിച്ച ആളുകൾ, അവരുടെ മക്കൾ, അവരൊക്കെ ആയിട്ട് സംസാരിക്കുകയും അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ തന്നെ, എൻ്റെ ക്യാരക്ടർ തന്നെ ഇതിലുണ്ട്. എന്നിട്ട് ഏറ്റവും വലിയൊരു പത്രത്തിൻ്റെ പത്രാധിപരായ അവിടുത്തെ റിപ്പോർട്ടറായിരുന്നു അയാൾ. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി അതിനെ ഇതാക്കിയത്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്നത് ചിലപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്ററി ഫീല് മാത്രമായി പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സിനിമാറ്റിക് ഇതിലേക്ക് ഫിക്ഷൻ കൂടി ആഡ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു റിയലിസ്റ്റിക് ആണ്, ബട്ട് ലിറ്റിൽ ബിറ്റ് സിനിമാറ്റിക് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോഴാണ് അത് ആ ഡ്രാമയും ആ ഇമോഷണലും ഒക്കെ വരുമ്പോൾ തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ആ സിനിമയായിട്ട് നമ്മളത്, എനിക്ക് തോന്നുന്ന കട്ടപ്പനയിൽ കേട്ടറിഞ്ഞവരും അതിലനുഭവിച്ച ആൾക്കാർക്കൊക്കെ ഈ സിനിമ കാണുമ്പോൾ ഉറപ്പായിട്ട് അവരുടെ കണ്ണും നനയും. ആ ഇമോഷൻ കറക്റ്റായിട്ട് കിട്ടും 100%. എനിക്ക് തോന്നുന്നു രതീഷിനത് വളരെ അഭിമാനിക്കാവുന്ന ഒരിത് ആ നാട്ടിലെ ആളുകൾ അയാളെ അനുമോദിക്കുന്നത്. കാരണം ആ നാട്ടുകാർക്ക് കൊടുക്കുന്ന, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ കലാരൂപം എന്നൊക്കെ പറയില്ലേ,
അതിലെ കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ മാറിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് വേറൊരു തരത്തിലുള്ള ഒരു കഥാപാത്രം, വെറൊരു കഥാപാത്രമല്ല, ജീവിതമായിട്ട് അത്രയും ബന്ധപ്പെട്ട. കാരണം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയിലാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറും. നമുക്കതിനെങ്ങനെ ഒരു പിടിയിലാണ് അന്തം വിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥകളൊക്കെ ഇല്ലേ, അത് ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലുമുണ്ട്. നമ്മൾ വേറൊരാളെ കളിയാക്കുകയോ എന്തെങ്കിലും കാര്യത്തിൽ കളിയാക്കുമ്പോൾ നാളെ അത് കറങ്ങി നമ്മളിലേക്ക് വരുമെന്ന് ചിന്തിക്കാതെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ആരും ഇവിടെ സേഫ് അല്ല. ആർക്ക് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറയുന്നതാണ്. അത് ഓരോരുത്തർ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആശ്വസിക്കാതെ, പക്ഷെ എന്നാലും അതുപോലെ ഫേസ് ചെയ്തൊരു നാടാണത്. ഒരാളിൽ നിന്ന് തുടങ്ങുന്ന ഒരു വിഷയം അത് ഒരുപാട് പേർക്ക് ഉണ്ടാക്കുന്ന അവസ്ഥകളുണ്ട്. അവരുടെ ദുരിതങ്ങളും അവർ ഫേസ് ചെയ്യുന്ന കഷ്ടപ്പാടുകളും അവരുടെ വേദനയും എന്നൊക്കെ പറയണത് എത്രയോ കുടുംബങ്ങളെ ബാധിക്കുന്നു. നമ്മളിപ്പോൾ നമ്മളോട് ഒരാൾക്ക് ശത്രുത തോന്നിയാൽ അവർ ചെയ്യുന്ന രണ്ട് വ്യക്തികളായിരിക്കും. പക്ഷെ ഒരാളെ കല്ലെടുത്തെറിയുമ്പോൾ ആ ആൾ വീണാൽ അതുകൊണ്ട് എത്ര പേര് വേറെ വീഴുന്നു എന്ന് പറയുന്ന വലിയൊരു വിഷയമുണ്ട്. ഏതൊരു സബ്ജക്റ്റിനുണ്ട്, ഏതൊരു വിഷയത്തിനും സംഭവിക്കുന്ന കാര്യമാണ്. തങ്കമണിയിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ തീവ്രത മനസ്സിലായത്. അപ്പോൾ അത് ഈ സിനിമയിൽ മാക്സിമം അതിനോട് നീതി പുറത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയാൽ സിനിമ വിജയിക്കും. അങ്ങനെ 100% ആ വികാരം ജനങ്ങൾക്ക് മനസ്സിലാക്കിയാൽ സത്യസന്ധമായ രീതിയിൽ ഈ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. രതീഷ് പറഞ്ഞതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിലീപേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഒരു സ്റ്റണ്ട് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ദിലീപേട്ടനാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇല്ലില്ല, ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിലെന്താണെന്ന് അറിയാമോ, സിനിമയിലെ കഥാപാത്രം ചില സമയത്ത് ജനങ്ങൾ തീരുമാനിക്കുക അടിക്കടാന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അല്ലാണ്ട് ഈ കഥാപാത്രത്തെ വലുതാക്കാനൊന്നുമല്ല. ഞാൻ 1-2 സജഷൻസ് പറഞ്ഞു എന്നുള്ളൂ. അത് ആ ഫൈറ്റ് മാസ്റ്റേഴ്സിന് ഭയങ്കര ഇതായി. കാരണം കുറച്ചൊരു അങ്ങനത്തെ ഒരു സാധനം രീതിയിലുള്ള സ്റ്റണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാനത് മേയ്ക്കാനൊന്നുമില്ല. നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു ഇതാവുന്നുള്ളൂ. അത് വെറുതെ രതീഷ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കാരണം രതീഷാണ് എൻ്റെ സംവിധായകനും. രതീഷിൻ്റെ അടുത്ത് എനിക്ക് എന്തും പറയാൻ കാരണം പെട്ടെന്ന് ഞാൻ അടുത്തുപോയ 2 സുഹൃത്തുക്കളാണ്. എനിക്ക് രതീഷിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ രതീഷിൻ്റെ സിനിമയിൽ വന്നതിന് ശേഷം രതീഷ് പറഞ്ഞ കഥയിലൂടെ ഞാൻ ആ സിനിമയിൽ വരികയും രതീഷ് എന്ന സംവിധായകനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉടൽ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷേ അദ്ദേഹം ആ സിനിമ ഗംഭീരമായി ചെയ്തു. ഇയാളിൽ സ്പാർക്കുണ്ട്, ഇയാൾക്ക് ഫയറുണ്ട് എന്നത് മനസ്സിലാക്കുന്നു. കാരണം ഞാനും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. പക്ഷേ രതീഷിൽ കണ്ട മഹത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഈഗോ ഇല്ലാതെ, കാരണം നമ്മളുടെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ സംശയരൂപത്തിലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ആയാൽ കുഴപ്പമാവുമോ എന്നുള്ള രീതി ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യും. ഇല്ലാട്ടോ, ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വേണം എന്ന് പറയുന്ന രീതിയിൽ അത് എടുക്കാതിരിക്കുമോ, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അത് വലിയൊരു മനസ്സാണ്. ആരെന്ത് പറയുമ്പോഴും അത് കേൾക്കാനും അതിൽ ന്യായമുണ്ടെന്ന് തോന്നിയാൽ, അതിൽ ശരിയുണ്ടെന്ന് തോന്നിയാൽ അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നൊരു മനസ്സുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഓരോ സിനിമയും ഓരോ മിഷനാണ്, ഓരോ ഡിഫറെൻറ്റ് സ്കൂളിലാണ്. അദ്ദേഹം 2ാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ എങ്കിലും എൻ്റെ 140 സിനിമയാണെങ്കിലും എന്നെ സംബന്ധിച്ച് എന്നെ വിലയിരുത്തുന്ന, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന, എൻ്റെ കഥാപാത്രത്തെ കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആ ആളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുകയും അദ്ദേഹം പറയുന്ന ഒബേയേണ്ട ഒരാളാണ് തീർച്ചയായും ഞാൻ. പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളടക്കം, ചമ്പക്കുളം, തച്ചൻ, മഴയത്ത് മുംബൈ വരെയുള്ള ഒരുപാട് സിനിമകളിൽ 10 സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കണ്ടതാണ്, അല്ലെങ്കിൽ ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഉണ്ട്, ഈ ഒരു അനുഭവം എന്ന് പറയും, എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. അതൊരു പക്ഷേ അയാൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ സിനിമയിലൊരു ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഒരു ഓടുന്ന ഒരു പറമ്പിലൂടെ ഓടുന്ന ഷോട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് പുതിയൊരു ഞാൻ അഭിനയിക്കാൻ ചെല്ലും ഫസ്റ്റ് ഷോട്ട് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഫൈറ്റ് എടുത്തത്. ഇയാൾ ആരാണ് എന്താന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർക്കുള്ള പ്രോബ്ലം ആണോന്ന് എനിക്കറിയില്ല. എനിക്കുള്ള പ്രോബ്ലം, ഞാൻ 1-2 ദിവസം എടുക്കും ഒരു സിനിമയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇത് ഇയാൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ഞാൻ കഥ കേട്ടു, കാര്യങ്ങൾ മനസ്സിലായെല്ലാം പോയെങ്കിലും നമ്മൾ ഈ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥയിൽ, ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മായാമോഹിനി ചെയ്യുന്ന സമയത്ത് എനിക്ക്
ഇട്ടിട്ട് പോയാലും തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ചെയ്ത ചാന്തുപൊട്ടും മറ്റും മറിച്ചൊക്കെ എൻ്റെ കയ്യിൽ വരണേ, എൻ്റെ മനസ്സിൽ അതാ വരണേ. അപ്പോൾ എനിക്ക് ശരിയാവണില്ല. തിളക്കത്തിൻ്റെ സമയത്ത് എനിക്ക് പോകാൻ തോന്നിയിട്ടുണ്ട്. ദൈവമേ, ഞാൻ അബദ്ധമായി ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ 2ാമത്തെ ദിവസമാണ് എനിക്ക് അതിൽ ഉണ്ണീനെയൊക്കെ കിട്ടുക. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പം ഞാൻ ചെന്ന ദിവസം തന്നെ ഇത് എടുത്തു തന്നപ്പോൾ ദൈവമേ ഇതെന്താ, കാരണം ഇയാൾ ഒന്നാമത് കുറച്ച് അറിയാമല്ലോ, അതിലൊരു ഏജുള്ള ക്യാരക്ടർ ഉണ്ട്. അയാളുടെ ഓട്ടവും കാര്യങ്ങളുമാണ്. ഇയാൾ എങ്ങനെയാണ് ഓടണേ, ഇയാളുടെ ഇതൊക്കെ ഞാൻ സംവിധാനം ചോദിച്ചുകൊണ്ടിരിക്കും. ഇയാളുടെ ഏജ് വെച്ചിട്ട് ഇയാൾ എങ്ങനെയാണ്, അപ്പം ഇയാളുടെ മാനസികാവസ്ഥയും ഏതും അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തോട് മല്ലിട്ട് നിൽക്കുന്നതിൻ്റെ അവൻ ജീവിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ അവൻ എന്തിനും തയ്യാറാവുന്നു എന്ന് പറയുന്നതാണ് നമുക്ക്. അത് പറഞ്ഞു തരുന്ന ആൾ കറക്റ്റ് ആവുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആവുന്നത്. പക്ഷേ എപ്പോഴാണ് ദിലീപേട്ടൻ അത് കൺവിൻസ് ആയത്? എപ്പോഴാണ് ആ ഷോട്ട് അപ്പം ചെയ്യാമെന്നുള്ളത്? അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഫുൾ സെറ്റപ്പ് ഒന്നും ഇനിയൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഫുൾ കോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും 5 പേര് വേറെ, ഫൈറ്റേഴ്സ് ഫുൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ, ഡിഫറെൻറ്റ് ക്യാമറ, മറ്റ് ഡ്രോണ്, അത് VP എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ വന്ന് നിൽക്കുക. ടെക്നിക്കൽ സാധനങ്ങളെല്ലാം വന്ന് നിൽക്കുമ്പോൾ എല്ലാത്തിൻ്റെ മുമ്പ് ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊരു പോക്കാണ്. ആ ഷോട്ട് മനസ്സിലേക്ക് വന്നു, അപ്പൊ തന്നെ ക്ലിയർ ആയിട്ടൊരു ടെക്നിക്കൽ സൈഡും ഒക്കെ അത് കണ്ടിപ്പോ പിന്നെ പഴയ പോലെ ഇപ്പൊ ഞാനൊക്കെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമ കാണുന്ന ക്യാമറമാൻ മാത്രമേ ഉള്ളൂ. അന്ന് മോണിറ്ററിൽ ഒന്നുമില്ല. അന്ന് നമ്മൾ ഫിലിമിലാണ്. പിന്നെ നമ്മൾ റഷ് എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ട്. റഷ് കാണാന്ന് പറഞ്ഞ സ്ക്രീനിൽ ആദ്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത പടം കാണുന്നത് അങ്ങനെയാണ്. സംവിധായകൻ പോലും പ്രാർത്ഥിച്ചു പോയിരുന്ന കാണുന്നത്. ഇന്നെല്ലാം മറ്റേ കാണാൻ നിൽക്കണ പോലെ ചേട്ടാ അതിനകത്ത് അങ്ങനെ വരെ പറയുന്ന സാധനങ്ങളായി. എല്ലാവരും ഇടപെടുന്നുണ്ടെന്ന്. മനസ്സിലായില്ലേ? പക്ഷെ ആ മാറ്റം അതിന് നല്ലതുമുണ്ട് ദോഷമുണ്ട്. കാരണം ഈ സംവിധായകന്റെ സമയത്ത് കാണുന്നവൻ മുഴുവൻ റോട്ട് കൂടി പോകണം വരെ അതിനകത്ത് കയറി അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് സംവിധായകന്റെ ഒരു അവസ്ഥയുണ്ട്. കാരണം ഇത് ഓപ്പണാ, എല്ലാവർക്കും കാണാം. അപ്പോൾ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ഉള്ളിൽ മാത്രമാണ് ക്യാമറമാനോ ഈ സിനിമ കാണുന്നുള്ളൂ. സംവിധായകൻ തന്നെ പൂർണ്ണമായിട്ട് കാണുന്നില്ല. ക്യാമറാനെ വിശ്വസിച്ചാണ് സംവിധായകന്റെ പോക്ക്. പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ സാധനവും പിന്നെ ഇപ്പൊ വേറൊരു സാധനം വെച്ചാൽ സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കുറച്ച് ഷോട്ടുകൾ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് പതുക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇയാൾ പെർഫോം ചെയ്യണം, ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാണ്, ഇയാളിങ്ങനെ ഓടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നെ നമ്മൾ അതിലേക്ക് പതുക്കെ അതൊക്കെ ഹെൽപ്ഫുള്ളാണ് നമ്മളെ. തീർച്ചയായിട്ടും ദിലീപേട്ടൻ്റെ സിനിമകളിൽ പാട്ടുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ സല്ലാപത്തിൽ ഈ പുഴയും കടന്നിൽ ജോൺസൺ മാഷിനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് സൂത്രധാരനിൽ രവീന്ദ്രൻ മാഷിനെ കിട്ടുന്നു. പിന്നെ ഒരു വിദ്യാസാഗർ ഇറയുണ്ട്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ മീശ മാധവൻ, CAD മൂസയിലെ കോമിക്കായിട്ടുള്ള പാട്ടുകൾ, അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടത്തിൽ അന്നത്തെ മോഹൻ സിത്താര അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളൊക്കെ. അതെ, മീനത്തിൽ താലുകെട്ടിൽ ഔസേപ്പച്ച സാറിനെ ഔസേപ്പച്ചൻ്റെ കിട്ടിയിട്ടുണ്ട്, ഇളയരാജ സാറിൻ്റെ, അതുപോലെ കൈതപ്പുറം സാറ് മ്യൂസിക് ചെയ്ത പാട്ടുമുണ്ട്, ഉദയപുരം സുൽത്താൻ. അതെ. അപ്പോൾ ഒരുവിധം ഒരുപാട് ഹിറ്റ് പാട്ടുകൾ കിട്ടി ഭാഗ്യം വെച്ചാൽ പാടി അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇപ്പോൾ ഇതിലും ദൈവാനുഗ്രഹിച്ച ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട്. പെണ്ണിന്റെ പേരല്ല തങ്കമണി, വെന്ത നാടിന്റെ പേരല്ലോ തങ്കമണി എന്ന് പറയുന്നത് ടി അനിൽകുമാർ എഴുതിയ പാട്ട്. അതെ അതെ അതെ, വില്യം ഫ്രാൻസിസ് ചെയ്തത്. അതെ. വേറെയും പാട്ട് പുറത്തിറങ്ങാൻ വേറെ ഇനിയിപ്പോൾ ഉടനെ റിലീസ് ചെയ്യാവുന്നുണ്ട്. ആ പാട്ടും നല്ല പാട്ട് തന്നെയാണ്. ഞങ്ങൾ ഡ്യുവറ്റ് ഒരു ഇതാണ്. അതിൽ ആദ്യമായിട്ടാണ് നീത്ത പാടി അഭിനയിക്കുക എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഇങ്ങനെ ഞാനിതുവരെ ഇങ്ങനെയും ചെയ്തിട്ടില്ല. ഒന്നുമില്ല, മനസ്സിരുത്തി പാടുക. അപ്പം നമ്മൾ പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ അവർ പാടി വെച്ചിരിക്കുന്നതിനെ നമ്മൾ പാടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഞാൻ ഉറക്കൊക്കെ പാടുന്നുണ്ട് ചില സമയത്തൊക്കെ. പക്ഷെ ഉറക്കെ പാടുമ്പോഴും നമ്മൾ എന്താ പറയുക, ഈ ശബ്ദത്തിൻ്റെ മനോഹാരിതയിൽ ആ ശബ്ദമാധുര്യത്തിൽ ശരിക്കും നമ്മുടെ ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതെങ്ങാനും ഓഫായി കഴിഞ്ഞാൽ വേറെ ശബ്ദം പോലെ ഇരിക്കും. ഈ സല്ലാപത്തിൽ മുതൽ ഈ പാട്ടുകൾ ഭയങ്കര രസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ഉദയപുരം സുൽത്താനിലെ ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോകുന്നൊരു തമ്പുരാട്ടി എന്ന് പറയുന്ന രസമുള്ളൊരു പാട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ ചാന്തുകൂട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്ന പാട്ട്, അതായത് ഷഹബാസമനൊക്കെ വന്ന് പാടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആ സിനിമയെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാസാഗറിനെയും കൂടെ ഒന്ന് ഓർക്കൂ. ഇപ്പോൾ എൻ്റെ എല്ലാം എല്ലാം അല്ലേ, മീശ മാധവൻ്റെ സമയത്ത് വിദ്യാജിയായിട്ട് കമ്പോസിങ്
അത് അന്ന് മൂന്നാറിലായിരുന്നു. അപ്പം ഞാനും ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നു ലാലു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുബേരൻ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിലാണ് ലാലു അതിൻ്റെ ഫുൾ 5 പാട്ടിൻ്റെ ഇത് കമ്പോസ് ചെയ്ത് എൻ്റെ ആയിട്ട് വന്നു. അപ്പം ഞാൻ ലാലിൻ്റെ അടുത്ത് ചോദിച്ചു, ലാലു എനിക്ക് ഈ സിനിമയിൽ ശമ്പളമൊന്നും വേണ്ട, ആ ഓഡിയോ അവകാശം മാത്രം മതി എന്ന് വെച്ചല്ലേ. 5 പാട്ട് ഇറ്റാ. അന്ന് ശരിക്കും എൻ്റെ എല്ലാം ലിറിക്കൊന്നുമില്ല, തന്നെ വെച്ചിട്ട് ഹാർമോണിയത്തിൽ വായിച്ചിരിക്കുന്ന സാധനം മാത്രമാണ്. ഗിരീഷേട്ടൻ പിന്നെയാണ് എഴുതുന്നത്. നമ്മൾക്ക് കമ്പോസ് ചെയ്ത വിദ്യാജി ഹാർമോണിയത്തിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന സാധനമാണ് എനിക്ക് വന്നിരിക്കുന്നത്. എനിക്ക് കാസറ്റാണ്, കാസറ്റിലിട്ട് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് പാട്ട് ഇറ്റാവോ ഇല്ലേ എന്നുള്ളത് പറയാം, പക്ഷെ എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ പാടിയിട്ടുള്ള സിനിമകളിൽ എൻ്റെ തോന്നിവാസത്തിന് പാടുക എന്ന് പറയുന്ന പോലത്തെ പാട്ടുകൾ വന്നു, മനസ്സിലായി. അത് എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ടുകാരോട് ഭയങ്കര അസൂയുള്ള ഒരാളാണ്. അസൂയ എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹവും ബഹുമാനവും കൂടുമ്പോഴുള്ളൊരു അസൂയില്ലേ, അല്ലാണ്ടുള്ള അസൂയല്ല. നമ്മളിങ്ങനെ കൊതിയോടുകൂടി നോക്കിയിരിക്കുന്നു. അപ്പോൾ പാട്ടുകാരുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പിന്നെ നമ്മളത് കൂടുതൽ ശ്രമിക്കും. ഞാൻ ഒരിക്കൽ സുരേഷൻ്റെ അടുത്ത് വെച്ചു, സുരേഷേട്ടൻ അന്ന് പാട്ട് പാടില്ല, സുരേഷേട്ടൻ താളമില്ല എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ഇതാക്കിയിട്ട് ഇന്ന് സുരേഷേട്ടൻ ഗാനമേള പിടിച്ച് അത് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഗാനമേള ചെയ്തിട്ടൊന്ന് സംശയമുണ്ടായിരിക്കും. അല്ല തമാശയൊന്നുമല്ല, അത്ര ഗംഭീരമായിട്ടാണ് സുരേഷേട്ടൻ പാടുന്നത്, മനസ്സിലായില്ലേ. അപ്പം ഞാൻ സുരേഷേട്ടാ നിങ്ങൾ എപ്പോഴും സുരേഷേട്ടാ അത് പറയാം. ഞാൻ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ സമയത്താണ് സുരേഷേട്ടൻ പറഞ്ഞു, എടാ ഒരു പാട്ട് വന്നിട്ടുണ്ട്, നീ ഒന്ന് കേൾക്ക, ഞാൻ പാടിയതാ. അപ്പം ഞാൻ ലാലേട്ടനുണ്ട്, ലാലേട്ടാ സുരേഷേട്ടൻ്റെ പാട്ട് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. അത് ഞാൻ ലാലേട്ടനും കൂടി സുരേഷേട്ടൻ്റെ കാരവലിരുന്ന് ആ പാട്ട് കേൾക്കാം. ഞാൻ സുരേഷേട്ടാ ചതി അയച്ച അത്ഭുതമായി. ലാലേ എടാ ഇവൻ നന്നായി പാടുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ലാലേട്ടാ ഇതെങ്ങനെ പഠിച്ചത്? അപ്പം ഞാൻ എന്നിട്ട് സുരേഷേട്ടാ ഇതെങ്ങനെ നിങ്ങൾ പാട്ട് പഠിച്ചേ? എടാ ഞാൻ ഒറ്റയ്ക്ക് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ദാസേട്ടനെ കേട്ട് ഞാൻ പാടി മത്സരിക്കും. കാരണം പാട്ടിട്ടിട്ട് അതിനൊത്ത് പാടും. വണ്ടിയിലാകുമ്പോൾ ആരും കേട്ട് പാടുണ്ടാക്കോ, അല്ലെങ്കിൽ ബാത്റൂം ഗായകനല്ല, കാറിൽ നിന്ന് ഗായകൻ അയാളാണ്. അപ്പൊ അത് നമ്മളതിന് ശ്രമിച്ചിട്ടില്ല. അത് ഉണ്ടോന്നല്ല, നാണവും പേടിയും ഒക്കെ തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഈ പ്രൊഡ്യൂസറായിട്ട് ഇപ്പോൾ 2020 എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ ഒരു ചരിത്രവും കൂടിയാണ്. അത്തരം ഒരു സംരംഭം നടക്കുമെന്ന് പോലും സംശയിച്ച ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ കഥാവിശേഷനും മലർവാടി ആർട്സ് ക്ലബ്ബും ഒക്കെ ചെയ്യുന്നത്. അതായത് സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളും നടത്തി പോകുന്നുണ്ട്. CD മൂസ ചെയ്യുമ്പോഴും ഈ പറയുന്ന കഥാവിശേഷനും ഈ മലർവാടി ആർട്സ് ക്ലബ്ബും ഒക്കെ മറ്റൊരു തരത്തിലുള്ളൊരു പ്രോത്സാഹനമാണ് സിനിമയ്ക്ക്. അതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലെന്താണ്, അങ്ങനെ നമ്മുടെ മലയാള സിനിമ വളരണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്? അതെ, അവർ പറയുന്ന കഥ കൂടി നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യും. ഡിഫറെൻറ്റ് സിനിമ ചെയ്യുക എന്നുള്ളത് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന സിനിമ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബാധ്യതയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഇത് അടങ്ങുന്ന സിനിമകളാണ് നമ്മൾ ഇന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ പണ്ടത്തെ തമാശ നമ്മളിൽ നിന്ന് പുതിയത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന ജനറേഷൻ ആൾക്കാർക്ക് ഈസിയാണ്. ഇപ്പോൾ അവർക്ക് കൊച്ചു തമാശ പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ വന്ന സിനിമകളിലെ തമാശ നമ്മൾ പറഞ്ഞാൽ ഓ ചിരിപ്പിക്കണപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിലാണ്. അപ്പോൾ അവൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മുടെ സീനിയർ ആക്ടേഴ്സും നമ്മളും ഒക്കെ ഫേസ് ചെയ്യുന്ന വിഷയം, നമ്മളെ കൂടുതൽ ഇത്ര വർഷമായില്ല. ഇപ്പം ഞാൻ 28-29 വർഷമായി എന്നെ ഇവിടുത്തെ പ്രേക്ഷകർ കാണാൻ തുടങ്ങി. എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജനമേട്ടൻ തുടങ്ങിയ ആൾക്കാർ അതിനേക്കാൾ കൂടുതലായി. അവർ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് ഇപ്പോഴും ലൈംലൈറ്റിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പുതിയ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പോയിട്ട് വീണ്ടും പഴയ സാധനങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് അതിനുള്ള സാധനങ്ങൾ വരണം എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച്. പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു തരത്തിൽ മറികടക്കാൻ പറ്റും, ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ പ്രൊഡ്യൂസേഴ്സിന് നമുക്കിത് പറയാനും തേടാനേ പറ്റുള്ളൂ. ഈ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഓരോ സിനിമയും ഒരു കലാകാരനെ സംബന്ധിച്ച് എല്ലാ ജോണറും കൂടി പോകാൻ പറ്റുക എന്ന് പറഞ്ഞാണ് വലിയ ഭാഗ്യം. ഞാൻ മിക്ക ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട്, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ പോലെ ഒരു നല്ല സംവിധായകന് അവൻ വരയ്ക്കുന്നൊരു
സ്കെച്ച് ചെയ്യുക എന്ന് പറയില്ലേ, അതിനനുസരിച്ച് നമ്മൾ മാറുക. ഉം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലെ ആവുക. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച പാത്രത്തിന്റെ ഷേപ്പിലാവുക, ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഗ്ലാസ് പോലെ ആവുക എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞ ഒരു റിയൽ ആക്ടർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. അപ്പൊ ഈ എന്തിലേക്ക് ഒഴിക്കുന്നു, ആരൊഴിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് വിഷയം. തീർച്ചയായിട്ടും നമ്മൾ വലിയ ആർട്ടിസ്റ്റാണ്, ഏതൊരു കലാകാരനാണ്, ഞാൻ വലിയ ആക്ടറാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് തോന്നിയാസം കാണിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലേ? ഇപ്പൊ റീൽസ് ആണെങ്കിൽ ഡാൻസ് ചെയ്തതിന് ഒരു ലിമിറ്റിൽ കൂടെ ഒരു ഇത്ര സെക്കൻഡ്സ് എന്ന് പറയുന്ന സാധനമാണ് ഒരു സാധനം ചെയ്തു വിടാം. പക്ഷെ അതൊരു 2.5 മണിക്കൂർ സാധനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പണിയാണ്. തീർച്ചയായിട്ടും ഈ കൗണ്ടർ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് ജഗതി ചേട്ടനുമായിട്ട് അനുരാഗ് കൊട്ടാരം വിനയ് സാറിൻ്റെ പടമായിരുന്നു. അതിനകത്ത് ഒരു സീനിൽ ഇത് പുള്ളിയെ കണ്ടുപിടിക്കുമ്പോൾ നീങ്ക യാരടാന്ന് ചോദിക്കുമ്പോൾ ഉന്നയുടെ അപ്പ നീങ്ക ഇത്ര നാൾ എங்கே പോയിരുന്നപ്പ എന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ അമ്മയോടൊപ്പം വിളയാടിരിക്കും, നന്നായി വിളയാടിയച്ചാ എന്ന് ചോദിക്കുന്നൊരു സാധനമുണ്ട്. അവസാനം ചോദിക്കും നീ മലയാളി അല്ലടാന്ന് ചോദിക്കുമ്പോൾ പറയും പേര് ശോഭരാജ്, സ്ഥലം കളിയിക്കാവിള. കൗണ്ടർ ഉണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു. ജഗതി ചേട്ടനെ ഓർക്കുമ്പോൾ വലിയ നഷ്ടമാണ്, സങ്കടമാണ്. കാരണം ലെജൻസ് എന്ന് പറഞ്ഞ ആൾക്കാരിൽ എടുത്ത് പറയുന്ന മലയാള സിനിമയിലെ ഒരാളാണ് അമ്പിളിച്ചേട്ടൻ, ജഗതി ശ്രീകുമാർ. എനിക്ക് ഒരുപാട് ഹിറ്റ് സിനിമകളിൽ അദ്ദേഹത്തോടുകൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരുപാട് ആരാധിച്ച സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഇപ്പം കൂടെയും ആ ഒരു ഫാമിലി റിലേഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ് അമ്പിളിച്ചേട്ടൻ. അദ്ദേഹത്തിനിപ്പോൾ ഇങ്ങനെ നമുക്കത് ആർക്കും, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, സിനിമാ കുടുംബത്തിന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണത്. വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച നിമിഷം നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും ആ ലൊക്കേഷനും അന്ന് തമാശകൾ പറയുന്നതും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട്, നമ്മളല്ലാത്ത സദസ്സുകളിലൊക്കെ അമ്പിളിച്ചേട്ടനാണെങ്കിലും ഇന്നസെന്റാണെങ്കിലും പറഞ്ഞ തമാശകൾ അവരുടെ പേര് പറഞ്ഞ് കോട്ട് ചെയ്ത് നമ്മളിപ്പോഴും പൊട്ടിച്ചിരിക്കാറുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരൊക്കെ. അതിൽ അമ്പിളിച്ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര കർക്കശമാണ്. അത് നമുക്കെല്ലാം ടെൻഷൻ. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ദൈവമേ ഒന്നും തെറ്റല്ലേ എന്നുള്ളൊരു ഭയങ്കര ഒരു പേടിയിലാണ് നമ്മളിങ്ങനെ നിൽക്കണേ. തെറ്റരുത്, അത് കഴിഞ്ഞ് ഷോട്ട് കഴിഞ്ഞ പുള്ളിയുടെ ഒരു അപ്പോഴാണ് നമ്മൾ കാരണം പുള്ളി നമ്മുടെ ടൈമിങ് കറക്റ്റായിട്ട് നോക്കും. അതിട്ട് പുള്ളി കാരണം പുള്ളി 100% ഓടിക്കൊണ്ടിരിക്കുക. ആ പുള്ളി ഓടുന്നതിനൊപ്പം ആർട്ടിസ്റ്റ് ഓടാൻ പുള്ളി അതിനും മാക്സിമം റിഹേഴ്സലിനും പുള്ളി തയ്യാറാണ്. ടേക്കില്ലെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ്. ഞാൻ അദ്ദേഹത്തിനോട് അഭിനയിക്കുമ്പോൾ ഒരുപാട് സിനിമയിൽ പല ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ചിരിച്ചു കൂപ്പാടാക്കിയിട്ടുണ്ട്. ചിരിച്ചിട്ട് ചിരിക്കാത്ത മാതിരിയൊക്കെ നിന്നൊക്കെ അഭിനയിച്ചിട്ട്. അതിൽ ഉദയപുര സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോഴല്ലേ ഗ്രാഫിക്സ് ഒക്കെ വന്നിരിക്കുന്നത്, ആ സമയത്ത് അതിനകത്തൊരു തേങ്ങ വെച്ചൊരു കളിയുണ്ട്. അങ്ങോട്ട് ഓടുന്നു, ഇത് ചുറ്റും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. അതൊന്നും ഒരു ഗ്രാഫിക്സ് റിയലാണ്. തേങ്ങ കയറൊക്കെ മനസ്സിലായില്ലേ? അയ്യോ അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ചിരിച്ച സീക്വൻസ് ഓരോ സിനിമയിലുണ്ട്. ഇപ്പം എത്ര കഥാപാത്രങ്ങളാണ് അമ്പിളിച്ചേട്ടൻ ഒരുമിച്ച് ചെയ്തത്. രാമലീല ഹിറ്റാവുന്ന സമയത്ത് ഒരു ക്രൈസിസ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ആ രാമലീല ഒരു പക്ഷേ ഒരു ആശ്വാസമാണ്, അതിൻ്റെ വിജയം എന്ന് പറയുന്ന ഒരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. രാമലീലയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകൾ നമ്മളെ കൊല വിളിച്ചിട്ടേക്കാണ്. തീർന്നു എന്ന് പറയുന്നൊരു സ്ഥലത്ത് അടച്ചുപൂട്ടി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ സിനിമ കാണാൻ വരികയും ആ സിനിമയാണ് എൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന്. എനിക്കിവിടുത്തെ പ്രേക്ഷകർ തന്ന രണ്ടാം ജന്മമാണ്. ആ സിനിമയ്ക്ക് അന്ന് ആരും വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന പോലെ ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് എൻ്റെ ഓഡിയൻസിനോട് തന്നെയാണ്, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോടാണ്. എൻ്റെ സിനിമയെ ഞാൻ അഭിനയിച്ച സിനിമകളിലൂടെ ആ കഥാപാത്രങ്ങളിലൂടെ എന്നെ സ്നേഹിച്ച ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ അന്നത്തെ ആ ഒരു സപ്പോർട്ടൊക്കെ തന്നെയാണ് പിന്നീട് എനിക്ക് സിനിമ ചെയ്യാനും ഒക്കെ ഉണ്ടായത്. നമ്മൾ തീർന്നു അല്ലെങ്കിൽ വീണുപോയി വീഴ്ത്തി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, നമ്മൾ എന്താണ് സംഭവിക്കണമെന്ന് പോലും നമുക്കൊരു പിടിയില്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ.
ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിന് ഓക്സിജൻ ഒന്നും അല്ല പറയണേ. ഞങ്ങളുടെ കുടുംബം, എൻ്റെ മക്കൾ എല്ലാം അത്രയും കടപ്പാട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട്. എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളുടെ പ്രാർത്ഥന, അതുപോലെ എന്നെ സ്നേഹിച്ച ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കമ്മിറ്റഡും കടപ്പാടും നന്ദിയും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് തന്നെയാണ്. എൻ്റെ മിടുക്കൊണ്ട് മാത്രമല്ല, എന്നെ വളർത്തിയത്, ഞാൻ മിമിക്രി ചെയ്ത് വന്നൊരു സാധാരണ കലാകാരൻ. എനിക്കിവിടെ സിനിമ ചെയ്യാനുണ്ടാക്കിയ ആ സമയത്ത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയതുകൊണ്ട് അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെ സപ്പോർട്ടും, എൻ്റെ സിനിമകൾ ഞാൻ അത്യാവശ്യം തമാശ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ വെച്ച് ചെറിയ ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ തയ്യാറായ നിർമ്മാതാക്കൾ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ടിലൂടെ വന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്നോടൊപ്പം തന്നെ വളർന്ന എനിക്ക് ആ സമയത്ത് കിട്ടിയ കുറേ കൂട്ടുകാർ, അവരെല്ലാം മലയാള സിനിമ വലിയ വലിയ തിരക്കഥാകൃത്തുക്കളും പിന്നീട് വലിയ സംവിധായകരൊക്കെ മാറി. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. മനസ്സിലായില്ലേ? ഞാനെല്ലാവരോടും സ്നേഹത്തോടെ, പക്ഷേ നമ്മുടെ വളർച്ച നമ്മൾ ശ്രദ്ധിച്ചില്ല. നമുക്കറിയില്ലല്ലോ നമ്മൾ വളരുന്നുണ്ടെന്ന്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായം തുടങ്ങി നമ്മളല്ലല്ലോ നമ്മുടെ വളർച്ച കാണും, വേറെ ആൾക്കാർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളല്ലേ വളർച്ച, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അളവിലേക്കൊക്കെ ഇത് എത്തുന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കുന്നില്ല. ഈ കോമിക്കോളയും സിനിമയിലേക്ക് ചെയ്തിരുന്ന ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ എന്തുകൊണ്ട് ഈ സിനിമ കാണണമെന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഇത് മനുഷ്യരുടെ കഥയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള സിനിമകൾ മനുഷ്യരുടേതല്ല എന്നല്ല, ഇത് നമ്മുടെ മുമ്പിലുണ്ടായൊരു സംഭവത്തെ ബേസ് ചെയ്തുണ്ടായിരിക്കുന്നതാണ്. ഇത് റിയൽ സ്റ്റോറി അല്ല, റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുണ്ടായിരിക്കുന്ന ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൽ ഫിക്ഷൻ ആഡഡ് ആണ്, കാരണം ഇല്ലെങ്കിൽ ഇതിൽ ഡോക്യുമെൻ്ററി ഫീലായി. അപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ ആ നാടിനോടുള്ളൊരു സംവിധായകൻ്റെ എന്താ പറയുക, ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ ഒരു കലാരൂപമാണ്. തീർച്ചയായും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അമ്പിളിച്ചേട്ടനെ, ഇന്നസെൻ്റേട്ടനെയൊക്കെ ബഹുമാനിക്കുകയും അവരിലൂടെ ജനങ്ങളുടെ മുമ്പിൽ, കാരണം അവരെ ഇമിറ്റേറ്റ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഒരു വിഷമവും വിചാരിക്കണില്ല. കാരണം എനിക്ക് അത്ര എൻ്റെ രക്തത്തിൽ അലിഞ്ഞ പോലത്തെ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരെ സ്നേഹത്തോടെ തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് ആണ് ഞാൻ ഈ സിനിമ ജനങ്ങൾ കാണണം. കാരണം ഇത് ഒരു അവകാശവാദങ്ങളും ഈ സിനിമയെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളിത് കാണും, എന്നിട്ട് തീരുമാനിക്കും നിങ്ങൾക്ക് തങ്കമണീനെ ഇഷ്ടമായോ ഇല്ലയോ. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ സ്വീകരിക്കപ്പെടട്ടെ. ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന് മകളെന്നെ വിളിച്ചിട്ട് ദിലീപേട്ടൻ അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞിരുന്നു. അവൾക്ക് 10 വയസ്സാണ്. ദിലീപേട്ടൻ ചെയ്ത കുറേ സിനിമകളാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അതേപോലുള്ള സിനിമകൾ ഈ കുട്ടികളെ കൂടെ ചിരിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CD മൂസയൊക്കെ നമ്മൾ 2ാം ഭാഗം വരുമെന്നൊക്കെ ചോദിക്കില്ലേ, അതേപോലെ അടുത്ത പ്രൊജക്റ്റുകളിൽ അങ്ങനെയും കൂടെ ഒരു വിഷനും കൂടെ വെച്ചിട്ടുണ്ടോ എന്നും കൂടെ പറഞ്ഞു. ഇല്ല, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമ പവി കെയർടേക്കറാണ്. അത് എല്ലാത്തര കുട്ടികളടക്കം ഉള്ള ആൾക്കാർക്ക് ഇഷ്ടമാകാവുന്ന സംഭവങ്ങളൊക്കെ ഉള്ള സിനിമ തന്നെയാണ്. അതുപോലെ അത് കഴിഞ്ഞ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് വേണ്ടി ഈ സിനിമ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുക. തീർച്ചയായും. കാരണം ഇനി ഈ സിനിമയൊക്കെ ഓടിയാലേ എനിക്ക് ഇനിയും നിർമ്മാതാക്കൾ വേറെ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള സിനിമകളൊക്കെ തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കാണുക, വലിയ വിജയമാക്കി തരിക. എല്ലാവരും തങ്കമണി തിയേറ്ററിൽ പോയി കാണുക, വിജയിപ്പിക്കുക. നന്ദിയുണ്ട്. താങ്ക് യു.